ഹലോ ഹായ് SVD ടോക്സിലേക്ക് സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് ഏതാനും ചില വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് കരുതിയേയില്ല. സീസ് ഫയർ പ്രഖ്യാപിച്ച് 3 മണിക്കൂറിനുള്ളിൽ തന്നെ ആ സീസ് ഫയർ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞു പാകിസ്ഥാൻ. പക്ഷെ ഇതിനെക്കുറിച്ചല്ല വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഡിയേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു മീഡിയേഷൻ US-ന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ മീഡിയേഷനെ കുറിച്ചിട്ട് ഇന്ത്യയിലെ ഒരു ജനങ്ങളും ഇന്ത്യൻ ജനത അറിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? അത് അറിയിക്കേണ്ട ചുമതല പ്രധാനമന്ത്രിക്കുള്ളതാണ്. പക്ഷെങ്കിൽ അറിയിച്ചില്ല. ഇതിന് കാരണമായിട്ട് പറയും ചിലപ്പോൾ സെക്യൂരിറ്റി റീസൺസ് ഒക്കെ പറയും. പക്ഷെങ്കിൽ അതല്ല കാരണം. എന്നിരുന്നാലും ശരി, ഓക്കെ, സെക്യൂരിറ്റി റീസൺസ് ആണ്. പക്ഷെങ്കിൽ ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കേണ്ടത് ആ രാജ്യത്തെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ ആവണം. എന്നാൽ ഇവിടെ അതൊക്കെ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞു. കാരണം സീസ് ഫയർ പ്രഖ്യാപിച്ച കാര്യം അല്ലെങ്കിൽ സീസ് ഫയർ എന്നൊരു കാര്യം ഡിസിഷൻ എടുത്ത കാര്യം ഇന്ത്യൻ ജനതയും ലോകത്തെയും അറിയിച്ചിട്ടുള്ളത് ട്രംപാണ്, US പ്രസിഡന്റ് ആണ്, അല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ അല്ല. ഈ ഒരു സംഘർഷം തുടങ്ങാനുള്ള കാരണം തന്നെ പഹൽഗാം അറ്റാക്കിൽ 26 സിവിലിയൻസിനെ കൊന്നിട്ടുണ്ടായിരുന്നു. അതിന് പകരം ചോദിക്കാനായിരുന്നു. ആ പകരം ചോദിച്ച ആ മൊമെന്റിൽ ഇന്ത്യയിലെ ഓരോ ജനങ്ങളും തല ഉയർത്തി അഭിമാനത്തോടെ നിന്ന നിമിഷമായിരുന്നു. എന്നാൽ ഈ ഒരു നിമിഷം, അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ അറിയിക്കുന്നത് ജനങ്ങളെ അല്ലെങ്കിൽ ലോകത്തെ വിളിച്ചറിയിക്കുന്നത് ട്രംപ് US പ്രസിഡന്റായ ആ ഒരു സമയത്ത്, ആ ഒരു മൊമെന്റിൽ ഇന്ത്യ തല താത്തി ഇന്ത്യയുടെ ജനങ്ങളെ നാണം കെടുത്തുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പലരും സോഷ്യൽ മീഡിയയിൽ ചോദിച്ചു കഴിഞ്ഞു, ഈ ഒരു സംഘർഷത്തിൽ എന്താണ് നേടിയിട്ടുള്ളത് എന്നൊരു കാര്യം. കാരണം 26 പേരുടെ ജീവന് പകരം ചോദിക്കാൻ പോയി 20-30 പേരുടെ ജീവൻ കളഞ്ഞു. ഇതുകൊണ്ട് എന്താണ് ഇന്ത്യ നേടിയിട്ടുള്ളത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത്. എന്റെ ചോദ്യം ഇതൊന്നുമല്ല. എന്റെ ചോദ്യം, ഈ രാജ്യം, ഇന്ത്യ എന്ന മഹാരാജ്യം ആരാണ് ഭരിക്കുന്നത്? US പ്രസിഡന്റ് ട്രംപ് ആണോ, അതോ ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ഗവൺമെന്റ് ആണോ എന്നൊരു കാര്യം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു സംഘർഷത്തിൽ എന്താണ് നേടിയിട്ടുള്ളത് ഇന്ത്യ? കാരണം പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിച്ചോ? ഇല്ല. കാരണം സീസ് ഫയർ എന്നൊരു കാര്യം വന്ന് 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സീസ് ഫയർ ലംഘിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ. അതുപോലെ തന്നെ അവിടുത്തെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററിന്റെ ഫസ്റ്റ് പ്രസ് കോൺഫറൻസിൽ തന്നെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, വിജയിച്ചു നമ്മൾ എന്ന ഒരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് അവർ ഒരു പാഠവും ഈ ഒരു സംഘർഷത്തിൽ നിന്നും പഠിച്ചിട്ടില്ല. പിന്നെ എന്ത് നേടി?